എൻ്റേതുമായിട്ട് ബന്ധപ്പെട്ടാണ് എൻ്റെ പ്രശ്നങ്ങളെല്ലാം കിടക്കുന്നത്. അപ്പോൾ NLP എന്ന് പറയുന്നത് സംഗതി കൊണ്ട് എൻ്റെ പ്രശ്നങ്ങളെ എല്ലാം സോൾവ് ചെയ്യാൻ നോക്കും. അങ്ങോട്ടാണ് NLPയുടെ ഭാഗം വരുന്നത്. എൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ എൻ്റെ ഈഗോയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് NLPനെ ഡെവലപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് ലോകമുണ്ട്. ഒന്ന് ഇന്നർ വേൾഡ്, അതർ വൺ ഈസ് ഔട്ടർ വേൾഡ്. ഇപ്പം നമ്മൾ ഡീൽ ചെയ്യുന്ന എന്തിനാണ്? അകത്തെ ലോകത്തെ. എന്തുകൊണ്ടാണ് അകത്തെ ലോകത്തെ മാത്രം ഡീൽ ചെയ്യുന്നത്? കാരണം ഈ അകത്തെ ലോകവും പുറത്തെ ലോകവും ബന്ധപ്പെട്ട് കിടക്കുകയെന്ന്. നിന്റെ അകത്തെ ലോകത്തെ നീ ഡീൽ ചെയ്താൽ അത് പുറം ലോകത്തെ ഡീൽ ചെയ്യുന്നതിന് തുല്യമാണ്. ഇപ്പം പുറം ലോകത്തെ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ അകം ലോകം നന്നാകിയല്ലോ. അകം ലോകത്തിന് നന്നാക്കി എടുത്താൽ പുറം ലോകം നന്നാവും. ഈ പുറം ലോകത്തിനെ നീ ചീത്തയാക്കി കഴിഞ്ഞാൽ അകം ലോകം ചീത്തയാകും. പക്ഷേ പുറം ലോകം നന്നാകണം എന്നുണ്ടെങ്കിൽ നേരിട്ട് നിനക്ക് പുറം ലോകത്തിൽ നന്നാക്കാൻ പറ്റില്ല. നിന്റെ ദേഷ്യത്തെ മാറ്റണം എന്നുണ്ടെങ്കിൽ പിടിച്ച് രണ്ട് അടി തന്നിട്ടുണ്ടെങ്കിൽ ആ ദേഷ്യം കൂടുകയുള്ളൂ. അപ്പോൾ അത് നന്നാക്കാൻ പറ്റില്ല. അപ്പോൾ അടി കൊടുക്കേണ്ടത് എവിടെയാ? അകത്താ കൊടുക്കേണ്ടത്. അപ്പോൾ അകത്ത് അടി കൊടുക്കാനുള്ള സൂത്രങ്ങളാണ് NLP പഠിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് അടിക്കാനുള്ള ഏക ടൂളെന്ന് പറയുന്ന ആയുധം എന്ന് പറയുന്നത് ചിന്തകൾ. ചിന്തയാണ് നമ്മുടെ ഏക ടൂള്. മനുഷ്യർക്ക് അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നിങ്ങൾ കാണുന്നതെല്ലാം ചിന്തയാ കേട്ടോ. ചിന്തയല്ലാത്ത എന്തെങ്കിലും അറിയാം? ഏറ്റവും വലിയ കെട്ടിടം ഉണ്ടാക്കണം നിങ്ങൾ ചിന്തിച്ചിട്ടേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ പറയുന്ന എല്ലാ സംഗതികളും മനുഷ്യൻ ഉണ്ടാക്കിയത് മുഴുവൻ ചിന്തകളെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയതെന്ന് അവകാശപ്പെടുന്ന എല്ലാം നമ്മുടെ സൃഷ്ടികളാണ്. എന്താണ് സൃഷ്ടിക്കാൻ നമ്മൾ ഉപയോഗിച്ച? ചിന്തകളെ. അപ്പം ചിന്തകളാണ് നമ്മുടെ ആയുധം എന്ന് പറയുന്നത്. അപ്പം ഈ ആയുധം നമ്മൾ പറയാറില്ലേ, കത്തി രണ്ട് കാര്യത്തിന് ഉപയോഗിക്കാം. ഒരാളുടെ മുറിവേൽപ്പിക്കാനും ഉപയോഗിക്കാം, പച്ചക്കറി അരിയാനും ഉപയോഗിക്കാം. അപ്പം എന്ന് പറഞ്ഞാൽ ഈ ആയുധത്തിനെ നമുക്ക് നല്ല കാര്യത്തിന് ഉപയോഗിക്കാം, ചീത്തക്കാര്യത്തിന് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ചീത്തക്കാര്യത്തിനെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ പുറം ലോകം നമുക്ക് ചീത്തയായിട്ട് തോന്നുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ നല്ല കാര്യത്തിന് ഉപയോഗിക്കണം. അപ്പം അതാണ് NLP പഠിപ്പിക്കുന്നത്. ഇന്നർ വേൾഡിൽ വരുന്ന മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ ഔട്ടർ വേൾഡിനെ ശരിയാക്കുന്നത്. അപ്പോൾ NLP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് തരത്തിൽ ഔട്ടർ വേൾഡിനെ ശരിയാക്കണോ ആ തരത്തിൽ ഇന്നർ ലോകത്തിലുള്ള ചിന്തകളെ നമ്മൾ മാറ്റും. ആ മാറ്റുന്ന പ്രക്രിയയ്ക്കാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അകത്തുള്ള ചിന്തകളെ മാറ്റുന്ന പ്രക്രിയയ്ക്കാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പം ന്യൂറോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ന്യൂറോ എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ള പ്രോഗ്രാംസിനെ മാറ്റുകയാണ്. എന്ന് പറഞ്ഞാൽ ചിന്തകളെ മാറ്റുന്നു, അതിന് പ്രോഗ്രാംസ് എന്ന് പറയും. അപ്പം ചിന്തകൾ എങ്ങനെയാണ് കിടക്കുന്നത്? ഭാഷയായിട്ടാണ്, ലിംഗ്വിസ്റ്റിക് ലാംഗ്വേജ് ആയിട്ട് കിടക്കുന്നത്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഭാഷയെ നമ്മൾ മാറ്റി കഴിയുമ്പം പുറം ലോകം മാറും. അപ്പം നമുക്ക് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കുറേ പ്രോഗ്രാംസ് ഉണ്ട്. അതൊന്നും അത്ര നല്ല പ്രോഗ്രാം അല്ല. നല്ലതായിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കേണ്ടതല്ലേ? ഈ പ്രോഗ്രാം അനുസരിച്ചാണ് നമ്മുടെ ഇമോഷൻസ് മാറുന്നത്. ദേഷ്യം, സങ്കടം, പേടി, വെറുപ്പ്, ഗ്രീഡൊക്കെ വരുന്നത് അകത്ത് കിടക്കുന്ന പ്രോഗ്രാം വെച്ചാണ്. അപ്പം ഇത് എങ്ങനെയോ എവിടുന്നോ നമ്മുടെ ഉള്ളിൽ കയറി കിടക്കുന്നതാണ്. അപ്പം നമ്മളിത് അറിഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞു നിനക്ക് ഇച്ചിരി തകരാറൊക്കെ ഉണ്ട്, ഇച്ചിരി ദേഷ്യമുണ്ട്, നിനക്ക് ആവശ്യത്തേക്കുള്ള സങ്കടമൊക്കെ ഉണ്ട്. ചില ആൾക്കാർ പറയല്ലേ അവൻ ആള് സെൻറ്റിയാന്ന് പറയും. പെട്ടെന്ന് കൊച്ചു കൊച്ചു കാര്യത്തിൽ ഇമോഷണൽ ആകും. അപ്പം അങ്ങനെ ആകത്തെ ആൾക്കാർക്ക് ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ഉള്ളിൽ കിടക്കുന്നൊരു പ്രോഗ്രാം തെറ്റായ പ്രോഗ്രാമാണ്. അവരെ എപ്പോഴും വൈകാരിക തലത്തിൽ നെഗറ്റീവ് വികാരത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രോഗ്രാമാണ് അവിടെ ഉള്ളിൽ കിടക്കുന്നത്. അത് അവരെ അറിയണമെന്ന് നിർബന്ധമില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പം നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പം ഓരോരുത്തരൊക്കെ പറഞ്ഞു കേൾക്കും, അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ്, കുട്ടികളെ പറഞ്ഞു കേൾക്കും. അച്ഛൻ എന്നാ ഏതു നേരവും ദേഷ്യപ്പെടുന്നു, അമ്മ എന്തിനാ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്നത്,
അല്ലെ പിന്നെ നീ കണ്ടതും കേട്ടതും അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഗ്രീഡായിട്ട് നടക്കുന്നതിനാ. ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിയുമ്പോഴേ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ, ഓ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് മനസ്സിലാവൂ. അപ്പൊ പ്രശ്നം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ മാറ്റണ്ടേ? അപ്പൊ അതിനെ മാറ്റാനുള്ള എളുപ്പ മാർഗമാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം.